UDF-ലേക്ക് തിരികെ പോകാൻ കേരള കോൺഗ്രസിൽ ഒരിക്കൽ പോലും ആലോചന ഉണ്ടായിട്ടില്ല എന്ന് ജോസ് കെ മാണി. UDF ആണ് ഞങ്ങളെ പുറത്താക്കിയത്. വിശ്വാസമില്ലാത്ത കുടുംബത്തിൽ എങ്ങനെ ഇരിക്കാൻ പറ്റും എന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. കേരള കോൺഗ്രസ് ഇക്കുറി കൂടുതൽ സീറ്റുകൾ നേടി സംസ്ഥാനത്ത് തുടർ ഭരണം ഉറപ്പാക്കുമെന്നും മാതൃഭൂമി ന്യൂസ് ഇലക്ഷൻ ബസിനോട് ജോസ് കെ മാണി വ്യക്തമാക്കി. ഇലക്ഷൻ ബസ് കോട്ടയം ജില്ലയിലൂടെയുള്ള പ്രയാണത്തിനിടെ ജോസ് കെ മാണിയെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇത്തവണ കേരള കോൺഗ്രസിൻ്റെ മത്സരം ഒരു എക്സിസ്റ്റൻസിനുള്ള ഫൈറ്റായിട്ട് ഞാൻ പറയും. കാരണം ഇടതുമുന്നണിയിലേക്ക് എത്തിയതിന് ശേഷം നടക്കുന്ന രണ്ടാമത്തെ തെരഞ്ഞെടുപ്പാണ്. ഇടതുമുന്നണിയല്ല UDF ആണ് കേരള കോൺഗ്രസിൻ്റെ സ്വാഭാവിക ഘടകകക്ഷി അല്ലെങ്കിൽ സ്വാഭാവിക മുന്നണി എന്ന ഒരു ചർച്ച സമൂഹത്തിൽ വളരെ സജീവമായിരുന്നു. അപ്പോൾ LDF-ൽ നിന്ന് മാക്സിമം നമ്പർ സീറ്റുകൾ ജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് തവണ ജയിക്കുമോ? കഴിഞ്ഞ പ്രാവശ്യം 5 നിയമസഭാ മണ്ഡലങ്ങളാണ് കേരള കോൺഗ്രസ് ജയിച്ചത്. ഈ പ്രാവശ്യം പൂർണ്ണമായും നമുക്കിവിടുത്തെ സമയവും ടൈമും പ്ലേസും എടുത്തോളൂ, അതിൽ കൂടുതൽ സീറ്റുകൾ കേരള കോൺഗ്രസ് ജയിച്ചിരിക്കും, അതിന് യാതൊരു സംശയമില്ല. മാത്രമല്ല മധ്യ തിരുവിതാംകൂർ ഈ മേഖലകൾ നമുക്കറിയാവുന്ന 5-6 ജില്ലകളിൽ കേരള കോൺഗ്രസിൻ്റെ ആ മുന്നേറ്റമായിരിക്കും തുടർഭരണത്തിലേക്ക് പോകുന്നത്. ഞാനത് സംസാരിക്കുമ്പോൾ തീർച്ചയായും 5-ൽ കൂടുതൽ ജയിക്കും എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും ആദ്യമേ വരുന്നത് പാലാ തന്നെയായിരിക്കും. പാലായെ സംബന്ധിച്ച് അത് ജോസ് കെ മാണിയുടെ അഭിമാന പോരാട്ടമാണ്. കാരണം ഇത്രയേറെ വർഷം മാണി സാർ കൊണ്ടുനടന്ന ഒരു മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ഒരു മകൻ എന്ന നിലയ്ക്കും ആ പാർട്ടിയുടെ നേതാവ് എന്ന നിലയ്ക്ക് ഇത് ഡു ഓർ ഡൈ ആണോ? പാലായുടെ ഞരമ്പുകളിൽ ഒഴുകുന്നത് ഒരു ചോരയുണ്ട്. ആ ചോരയുടെ പേര് KM മാണി എന്ന് തന്നെയാണ്. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാലായുടെ മണ്ണും പാല എന്ന് പറയുന്ന നമ്മുടെ വീടാണ്, നമ്മുടെ കുടുംബാംഗമാണ്. പാലായുടെ മകനാണ് ഞാൻ. തീർച്ചയായിട്ടും ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഈ നിയമസഭാ മണ്ഡലം ഞങ്ങൾ തിരിച്ചു പിടിക്കും. എന്താണ് കഴിഞ്ഞ 5 വർഷം അല്ല 7 വർഷം പാലായിലുണ്ടായത് എന്ന് കൃത്യമായി ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ ഒരു പ്രതികരണമാണ് നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കോ. എന്നിപ്പോൾ പാലായിൽ കേരള കോൺഗ്രസിൻ്റെ വോട്ടർമാരായിട്ടുള്ള ഒരു ജനവിഭാഗമുണ്ട്. ഇടത് മുന്നണിയിലേക്ക് പോയതോടെ കേരള കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന സ്വാഭാവികമായ കേരള കോൺഗ്രസ് വോട്ടർമാർ അകന്നിട്ടുണ്ടോ? അവർ കേരള കോൺഗ്രസിനെ കൈയൊഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, ഒരു പക്ഷേ കഴിഞ്ഞ 40 വർഷക്കാലമായി UDF-നോടൊപ്പം നിന്ന കേരള കോൺഗ്രസ് പാർട്ടി സ്വാഭാവികമായും ആ സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാകാം. അപ്പോൾ പെട്ടെന്ന് ഒരു തീരുമാനം ഞങ്ങളെടുത്തതല്ല. പക്ഷേ കേരള കോൺഗ്രസ് പാർട്ടിയെ UDF-ൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ഞങ്ങൾ കാത്തുനിന്നു അവർ തിരിച്ചു വിളിക്കുമോ ഇല്ലത്. തിരിച്ചു വിളിച്ചില്ല. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വരുമ്പോൾ ഒരു മുന്നണി സംവിധാനത്തിലേ ഉള്ളൂ രാഷ്ട്രീയ പ്രസ്ഥാനത്ത് നിലനിൽക്കാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി. പക്ഷേ ഇടതുപക്ഷം ഞങ്ങളെ ചേർത്ത് പിടിച്ചു. ഉദ്ദേശിച്ചേക്കാൾ കൂടുതൽ സീറ്റുകൾ നമുക്ക് ലഭിച്ചു. ഞങ്ങൾ 5 സീറ്റുകൾ ലഭിച്ചു. ഞങ്ങൾ നിന്ന് ജയിക്കുകയുണ്ടായി. പക്ഷേ ഇടതുപക്ഷത്ത് അവിടെ നിന്നുകൊണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ UDF-ൽ നിൽക്കുമ്പോൾ നേടാൻ പറ്റാത്ത ചില നിയമ പോരാട്ടങ്ങൾ, ചില പദ്ധതികൾ കേരള കോൺഗ്രസ് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ജനിതക ഘടനയുണ്ടല്ലോ, അത് കേരള കോൺഗ്രസിൻ്റെ അങ്ങനെ ഒരു ഇടതോരം ചേർന്ന് നിൽക്കുന്നതല്ല. ഈ താഴെത്തട്ടിലുള്ള മനുഷ്യന്മാർക്ക് ഇപ്പം ഇന്ന് ഞങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, ഞങ്ങളെ ഇട്ടിട്ടങ്ങ് പോയില്ലേ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോരാടി നിന്നിട്ട് ഞങ്ങളെ ഇട്ടിട്ടങ്ങ് പോയില്ലേ എന്ന് പറഞ്ഞു. ആ വിഭാഗത്തെ 2 തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് വന്നപ്പോഴും അത് കൺവിൻസ്ഡ് ആയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ അവരെ കൺവിൻസ്ഡ് ആണ്. അത് ഇട്ടിട്ട് പോയതല്ല, ഞങ്ങളെ പുറത്താക്കിയത് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു. UDF-ലേക്ക് പോയാലോ എന്നൊരു ആലോചന ഉണ്ടായിരുന്നോ? ഒരാലോചന മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു. കേരള കോൺഗ്രസ് ഒരു ഘട്ടത്തിലും ഇല്ലായിരുന്നു. എന്തിന് അങ്ങനെ ഒരു ആലോചനയുടെ ആവശ്യം? വാതില് ഇപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ് കേട്ടോ. വാതില് തുറക്കും. വാതില് BJP തുറന്നിട്ടുണ്ട്. വാതില് ഇപ്പോൾ UDF തുറന്നിട്ടുണ്ടാകും. അത് കേരള കോൺഗ്രസിന് ഒരു സ്വാധീനം ഉള്ളത് കൊണ്ട് തന്നെയാണ്. സ്വാധീനം തീർച്ചയായിട്ടും ജനങ്ങൾ ഞങ്ങളോടൊപ്പം അതിനൊരു അഹങ്കരിക്കുകയല്ല, അത്രമാത്രം അധ്വാനം ചെയ്തിട്ടുണ്ട്, ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ BJP-യുടെ പെർഫോമൻസ്. ഇപ്പോൾ ഷോണ് മത്സരിക്കുന്നു. അതെ, പാലായിൽ ഷോണ് മത്സരിക്കുന്നു. അതുപോലെ തന്നെ പൂഞ്ഞാറിൽ PC ജോർജ് മത്സരിക്കുന്നു. ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളി മത്സരിക്കുന്നു. കേരള കോൺഗ്രസിന്റെ ബെൽറ്റിൽ ഇത്തവണ BJP ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സിന്, അതും വളരെ വെൽ നോൺ ആയിട്ടുള്ള സ്വാധീനമുള്ള ക്രിസ്ത്യൻ നേതാക്കളെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ കേരള കോൺഗ്രസിന്റെ വോട്ട് ബേസിലേക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ടിലേക്ക് BJP ഇത്തവണ മാക്സിമം കടന്നു കയറിയാൽ കൂടുതൽ സീറ്റുകൾ ഞങ്ങൾക്ക് ലഭിക്കും. തുടർഭരണം വരും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു. അതിനകത്തൊരു നിർണായക ഘട്ടമായി കേരള കോൺഗ്രസ് ഉണ്ടാവും. അപ്പോൾ അടുത്ത മന്ത്രിസഭയിൽ പ്രതീക്ഷിക്കാമല്ലോ.
അടുത്ത മന്ത്രിസഭയിൽ വേണോ വേണ്ടയോ പ്രതീക്ഷിക്കാമോ ഇല്ലോ എന്നുള്ളത് ജനങ്ങളും തീരുമാനിക്കും, പാർട്ടിയും തീരുമാനിക്കും. എന്തായാലും നിർത്താം അല്ലേ? ശരി. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. All the best.